നമസ്കാരം. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കാണണം. കണ്ടിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവരും ബുക്കും പേനയായിട്ടൊക്കെ ഇരിക്കുക. ആൻസർ അറിയാമെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. First question, Rosh Hashanah, the two-day dash celebration of the New Year is being observed on 26-27 September 2022. അപ്പോൾ റോഷ് ഹഷന്ന എന്ന് പറയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സെലിബ്രേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അറിയാവുന്നവര് ആൻസർ ചെയ്യുക. റോസ് ഹഷന്ന ആരുടെയാണ്? അലാവാറ്റീസ് ആണോ, സൊമാലീസ് ആണോ, ക്രിസ്ത്യൻ ആണോ, ജൂയിഷ് ആണോ? ഏതാണ് റോസ് ഹഷന്ന എന്ന് പറയുന്നത്? ആരുടേതാണ്? ആൻസർ ചെയ്യാമോ? ജൂയിഷ് ആണ് കേട്ടോ. ജൂയിഷ് ആണ്. അപ്പൊ ജൂയിഷ് സെലിബ്രേഷൻ ആണ് റോസ് ഹഷന്ന എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തേക്കുക. റോസ് ഹഷന്ന എന്ന് പറയുന്നത് ആരുടെയാണ്? ജൂയിഷ് സെലിബ്രേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഈ ജൂയിഷ് മന്തുകളെ പറയുന്ന ഒരു പേരുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് തിഷേരി എന്ന് പറയുന്നത്. തിഷേരി. ജൂയിഷ് മന്തിനെ പറയുന്ന പേരാണെന്ത്? തിഷേരി എന്നാണ് ജൂയിഷ് മന്തിനെ പറയുന്നത്. അപ്പൊ റോസ് ഹഷന എന്ന് പറയുന്നത് ജൂയിഷ് സെലിബ്രേഷൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ നെക്സ്റ്റ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു ദ റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കർ. അപ്പം ഇന്ത്യയിൽ നിന്നും റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിലേക്കുള്ള അടുത്ത അംബാസഡർ ആരാണെന്നാണ് ചോദിക്കുന്നത്. സിബി ജോർജ് ആണോ, പർലെ മുണ്ടാൽ ആണോ, ബെൻഡാരു വിൽസൺ ബാബു, സഞ്ജയ് കുമാർ വർമ്മ? അപ്പൊ റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിലേക്കുള്ള ഇന്ത്യയുടെ അടുത്ത അംബാസഡർ ആരാണ്? ആൻസർ ചെയ്തേ. ബെൻഡാരു വിൽസൺ ബാബു ആണ് കേട്ടോ. ബെൻഡാരു വിൽസൺ ബാബു. അപ്പം ബെൻഡാരു വിൽസൺ ബാബു ആണ് റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ. ഇനി സിബി ജോർജ് ആരാണ്? സിബി ജോർജ് ഇന്ത്യൻ അംബാസിഡർ ടു ജപ്പാൻ കേട്ടോ. ജപ്പാനിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡർ ആണ് ആരെന്ന് പറയുന്നത്? സിബി ജോർജ്. അതുപോലെ പർലെ മുണ്ടാൽ എന്ന് പറയുന്നത് CSBയുടെ കാത്തലിക്കേറ്റ് സിറിയൻ ബാങ്കിന്റെ MD ആൻഡ് CEO ആണ് കേട്ടോ. MD ആൻഡ് CEO ഓഫ് CSB, കാത്തലിക്കേറ്റ് സിറിയൻ ബാങ്കിന്റെ MDയും CEOയുമാണ് പർലെ മുണ്ടാൽ. പിന്നെ ഇതാരാണ്? സഞ്ജയ് കുമാർ വർമ്മ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹൈ കമ്മീഷണർ ടു കാനഡ. കാനഡയ്ക്കുള്ള അടുത്ത ഹൈ കമ്മീഷണർ ആണ് സഞ്ജയ് കുമാർ വർമ്മ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈ കമ്മീഷണർ ടു കാനഡയാണ് സഞ്ജയ് കുമാർ വർമ്മ. അപ്പൊ റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിലേക്കുള്ളത് ആരാണ്? ബെൻഡാരു വിൽസൺ ബാബു. ഓക്കെ, അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയല്ലോ. റോസ് ഹഷന എന്ന് പറയുന്നത് ജൂയിഷ് സെലിബ്രേഷൻ ആണ്. റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിലേക്കുള്ളത് ബെൻഡാരു വിൽസൺ ബാബു. ഓക്കെ, then third question, Alan Jope, CEO of which of the following company will retire from his role at the end of 2023? 2023 എൻഡിൽ റിട്ടയർ ആകാൻ പോകുന്ന അലൻ ജോപ്പ് ഏത് കമ്പനിയുടെ CEO ആണ്? അലൻ ജോപ്പ് ഏത് കമ്പനിയുടെ CEO ആണ്? നെസ്ലെ ആണോ, പെപ്സിക്കോ ആണോ, യൂണിലിവർ ആണോ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ആണോ? അലൻ ജോപ്പ് എന്ന് പറയുന്നത് റിട്ടയർ ആകാൻ പോവുകയാണ് 23-ല്. അപ്പം അദ്ദേഹം ഏത് കമ്പനി CEO ആണെന്ന് ചോദിച്ചാൽ യൂണിലിവർ ആണ് കേട്ടോ. ആരുടെയാണ്? ഏത് കമ്പനിയാണ്? യൂണിലിവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ മാർക്ക് ദ 189th ഡെത്ത് ആനിവേഴ്സറി ഓഫ് രാജാറാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയിയുടെ 189th ഡെത്ത് ആനിവേഴ്സറി ഈ പറയുന്ന സെപ്റ്റംബർ 25 ആണോ, 26 ആണോ, 27 ആണോ, 28 ആണോ? എന്നാണ്? സെപ്റ്റംബർ 27. 189th ഡെത്ത് ആനിവേഴ്സറി ഓഫ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 27 ആണ്. രാജാറാം മോഹൻ റോയ് അല്ലെ 1833-ലാണ് അദ്ദേഹം മരിക്കുന്നത്. എവിടെ വെച്ചിട്ടാന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇംഗ്ലണ്ടിൽ വെച്ച് 1833-ലാണ് ആര് മരിക്കുന്നത്? രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം രാജാറാം മോഹൻ റോയ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് അല്ലെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. പ്രോഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന രാജാറാം മോഹൻ റോയ് ആണ്. വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഇന്ത്യൻ റിനേസൻസിൽ രാജാറാം മോഹൻ റോയ്. ഇനി ആത്മീയ സഭ രാജാറാം മോഹൻ റോയുടേതാണ്. എന്തെന്ന് പറയുന്നത്? ആത്മീയ സഭ. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്തെന്ന് പറയുന്നത്? ആത്മീയ സഭ. 1814-ലാണ് വരുന്നത് ആത്മീയ സഭ. അതുപോലെ തന്നെ ബ്രഹ്മസമാജം കേട്ടോ. ബ്രഹ്മസമാജം ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ആണ്. ബ്രഹ്മസമാജം അതെന്താണെന്ന് ചോദിച്ചാൽ 1828-ലാണ്. അപ്പൊ ആത്മീയ സഭ, ബ്രഹ്മസമാജം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ആണ് സംബാദ് കൗമുദി എന്ന് പറയുന്നത്.
സമ്പത്ത് കൗമുദി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ് ന്യൂസ് പേപ്പർ ആണ്. മിറാത്തുൽ അക്ബർ, സമ്പത്ത് കൗമുദി, ഇതെല്ലാം ആരുടെയാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയുടേതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 189th ഡെത്ത് ആനിവേഴ്സറി എന്നാന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 27 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the ministries has developed a Jaldud app to capture the water level of selected wells in village across the country? Jaldud app ആണ് കേട്ടോ. ജലദൂത് ആപ്പ്. അപ്പം ജലദൂത് ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏത് മിനിസ്ട്രീസ് ചേർന്നിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ബോത്ത് എ ആൻഡ് ബി. അപ്പൊ ജലദൂത് ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏത് മിനിസ്ട്രീസ് ആണ്? ആൻസർ ഇവിടെ ഡി ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി. പഞ്ചായത്ത് രാജും ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റും ഉണ്ട്. അപ്പൊ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജും മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റും കൂടെ ചേർന്നിട്ടാണ് ജലദൂത് ആപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ? വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ എന്നാണ്. ആൻസർ ചെയ്യാമോ? വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ എന്നാണെന്നുള്ളത് ആൻസർ ചെയ്യാമോ നിങ്ങൾക്ക്? വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആണ് സെപ്റ്റംബർ 26 ആണ് കേട്ടോ. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഉണ്ട്. അതെന്താണ്? അതെല്ലാവർക്കും അറിയാമല്ലേ. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ്. ജൂൺ 5 ആണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആണ്. അതെന്നാന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 26 ആണ് കേട്ടോ. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തീം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് എൻവയോൺമെന്റൽ സിസ്റ്റം ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതാണ് തീം കൂടെ പറയാം. സ്ട്രെങ്തനിങ് എൻവയോൺമെന്റൽ ഹെൽത്ത് സിസ്റ്റം strengthening environmental health system for the implementation of sustainable development goals. ചുമ്മാ എഴുതിയതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ സെപ്റ്റംബർ 26 ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് എൻവയോൺമെന്റൽ ഹെൽത്ത് സിസ്റ്റം ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, സെപ്റ്റംബർ 2 എന്താണ് പ്രത്യേകത? വേൾഡ് കോക്കനട്ട് ഡേ ആണ് കേട്ടോ. സെപ്റ്റംബർ 2 എന്ന് പറയുന്നത് വേൾഡ് കോക്കനട്ട് ഡേ ആണ്. സെപ്റ്റംബർ 14 എന്താണ് പ്രത്യേകത? സെപ്റ്റംബർ 14ന്റെ പ്രത്യേകത എന്താണ്? ഹിന്ദി ദിവസ് ആണ് കേട്ടോ. ഹിന്ദി ദിവസ് ആണ് സെപ്റ്റംബർ 14 എന്ന് പറയുന്നത്. വേൾഡ് ഹിന്ദി ഡേ ഉണ്ട്. അതെന്നാണ്? ജാനുവരി 10 ആണ് എന്തെന്ന് പറയുന്നത്? വേൾഡ് ഹിന്ദി ഡേ എന്ന് പറയുന്നത്. വേൾഡ് ഹിന്ദി ഡേ ഉണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ ജാനുവരി 10. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്. സെപ്റ്റംബർ 18 എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? വേൾഡ് ബാംബു ഡേ ആണ് കേട്ടോ. വേൾഡ് ബാംബു ഡേ ആണ് സെപ്റ്റംബർ 18 എന്ന് പറയുന്നത്. വേൾഡ് ബാംബു ഡേ ആണ് കേട്ടോ. അപ്പം സെപ്റ്റംബർ 2 എന്ന് പറയുന്നത് വേൾഡ് കോക്കനട്ട് ഡേ ആണ്. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് ആണ്. പക്ഷേ അത് വേൾഡ് ഹിന്ദി ഡേ ഉണ്ട്. അത് ജനുവരി 10 ആണ്. സെപ്റ്റംബർ 14 എന്ന് പറയുന്നത് ഹിന്ദി ദിവസ്, ജനുവരി 10 വേൾഡ് ഹിന്ദി ഡേ, സെപ്റ്റംബർ 18 എന്ന് പറയുന്നത് വേൾഡ് ബാംബു ഡേ. അപ്പൊ വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ എന്നാണ് സെപ്റ്റംബർ 26. അപ്പൊ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ടൂറിസം ഡേ ഇൻ 2022? അപ്പൊ ആദ്യം മനസ്സിലാക്കണം എന്താണ് വേൾഡ് ടൂറിസം ഡേ എന്നാണെന്ന് മനസ്സിലാക്കണം. വേൾഡ് ടൂറിസം ഡേ എന്നാണെന്ന് മനസ്സിലാക്കണം. സെപ്റ്റംബർ 26 ആണ് വേൾഡ് ടൂറിസം ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ വേൾഡ് ടൂറിസം ഡേ അതിന്റെ തീം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ന്യൂ സ്കൈ ന്യൂ ലൈഫ് ആണോ? കണക്ടിങ് വേൾഡ് ത്രൂ ടൂറിസം ആണോ? റീതിങ്കിങ് ടൂറിസം ആണോ? എ ന്യൂ പൾസ് ഓഫ് ഡ്രീം ആണോ? വേൾഡ് ടൂറിസം ഡേയുടെ തീം എന്ന് പറയുന്നത് റീതിങ്കിങ് ടൂറിസം എന്നുള്ളതാണ്. റീതിങ്കിങ് ടൂറിസം. ഇത് ഹോസ്റ്റ് ചെയ്തത് ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഹോസ്റ്റ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്?
ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ചിട്ടാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. അതിന്റെ തീം റീതിങ്കിങ് ടൂറിസം എന്നുള്ളതാണ്. അതുപോലെ യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് അറിയാമോ? മാഡ്രിഡ് ആണ്. മാഡ്രിഡ്, സ്പെയിനിലെ മാഡ്രിഡിലാണ് യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടർ സ്പെയിൻ ആണ്. സ്പെയിനിലെ മാഡ്രിഡ് ആണ്. ഇത് ഹോസ്റ്റ് ചെയ്ത് ഇന്തോനേഷ്യയിലാണ്. അപ്പം വേൾഡ് ടൂറിസം ഡേ എന്നാണ് സെപ്റ്റംബർ 26. അതിന്റെ തീം എന്ന് പറയുന്നത് റീതിങ്കിങ് ടൂറിസം എന്നുള്ളതാണ്. എന്താണ് തീം? റീതിങ്കിങ് ടൂറിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. For the first time, Team World beat Team Europe to win the Laver Cup 2022. In which city Laver Cup was held in September 2022? അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ടീം വേൾഡ് എന്ത് ചെയ്തത്? ടീം യൂറോപ്പിനെ ബീറ്റ് ചെയ്തത് ലേവർ കപ്പ്. അപ്പം ലേവർ കപ്പ് എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേവർ കപ്പ് എവിടെ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്? ലണ്ടൻ ആണ്. ലണ്ടൻ എവിടാണ്? ലണ്ടനിലെ O2 അരേനയിൽ വെച്ചിട്ടാണ് കേട്ടോ. ലേവർ കപ്പിന്റെ ആക്ച്വലി 5th എഡിഷൻ ആയിരുന്നു നടന്നത്. ലേവർ കപ്പിന്റെ 5th എഡിഷൻ ആണ് ലണ്ടനിലെ O2 അരേനയിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ലേവർ കപ്പ് നടന്നത്. ഹാർഡ് കോർ ടെന്നീസ് ടൂർണമെന്റ്, ഇൻഡോർ ഹാർഡ് കോർ ടെന്നീസ് ടൂർണമെന്റ് എന്ന് വിളിക്കുന്നത്, ഇന്റർനാഷണൽ ഇൻഡോർ ഹാർഡ് കോർ ടെന്നീസ് ടൂർണമെന്റ് എന്ന് വിളിക്കുന്നത് ലേവർ കപ്പിനെയാണ് കേട്ടോ. ഇന്റർനാഷണൽ ഇൻഡോർ ഹാർഡ് കോർ ടെന്നീസ് ടൂർണമെന്റ് എന്ന് വിളിക്കുന്നുണ്ട്. 5th എഡിഷൻ ആയിരുന്നു. എവിടെ വെച്ചിട്ടാണ്? ലണ്ടനിലെ O2 അരേനയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Which of the following is organizing Poshan Utsav from September 13 to 2nd October 2022? Poshan Utsav അല്ലെ? Poshan Utsav ഓർഗനൈസ് ചെയ്ത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പോഷൻ ഉത്സവ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ആൻസർ ചെയ്യാമോ? നീതി ആയോഗ് ആണോ? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണോ? ഫിക്കി ആണോ? മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണോ? പോഷൻ ഉത്സവം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഈ പോഷൻ ഉത്സവം നടന്നതേ ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ കർത്തവ്യ പത്തിൽ വെച്ചാണ്. എവിടെയാണ്? കർത്തവ്യ പത്ത്. ന്യൂഡൽഹിയിലെ കർത്തവ്യ പത്തിൽ വെച്ചാണ് പോഷൻ ഉത്സവം നടക്കുന്നത്. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് നടത്തുന്നത്. ഈ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആരാണ്? സ്മൃതി ഇറാനിയാണ് കേട്ടോ. ആരാണ്? സ്മൃതി ഇറാനി. ഈ സ്മൃതി ഇറാനിയുടെ ബുക്കാണ് ലാൽ സലാം. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാൻ നിങ്ങൾ. പോഷൻ ഉത്സവം നടന്നത് ന്യൂഡൽഹിയിലെ കർത്തവ്യ പത്തിലാണ്. ഈ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ സ്മൃതി ഇറാനിയാണ്. സ്മൃതി ഇറാനിയുടെ ബുക്കാണ് ഇതെന്ന് പറയുന്നത് ലാൽ സലാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. PM Narendra Modi launched 5G service on 1st October 2022 in which city? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 5G സർവീസ് ലോഞ്ച് ചെയ്താണ് അല്ലെ. 5G സർവീസ് ലോഞ്ച് ചെയ്തു. അപ്പൊ അത് 1st ഒക്ടോബറിലാണ്. എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? ന്യൂഡൽഹി ആണ് കേട്ടോ. എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Who won the Best Actress Award for Sorai Potter at 68th National Film Awards in New Delhi? ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 68th നാഷണൽ ഫിലിം അവാർഡ്സിൽ സൊറൈ പോട്ടർ എന്ന ഫിലിമിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും അതല്ലേ. അതിഥി ശങ്കർ ആണോ? പവിത്ര ലോകേഷ് ആണോ? അപർണ ബാലമുരളി, അനുശ്രീ നായർ? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അപർണ ബാലമുരളിക്കാണ് എന്ത് കിട്ടുന്നത്? ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്നത്. നാഷണൽ ഫിലിം അവാർഡ്സ് സ്റ്റാർട്ട് ചെയ്തത് 1954 മുതലാണ് കേട്ടോ. നാഷണൽ ഫിലിം അവാർഡ്സ് കൊടുത്തു തുടങ്ങുന്നത് 1954 മുതലാണ്. 60th നാഷണൽ ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ട്രസ് അപർണ ബാലമുരളിയാണ്. ബെസ്റ്റ് ആക്ടർ ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. സൂര്യയും അതുപോലെ തന്നെ അജയ് ദേവഗണുമാണ്. സൂര്യ ആരാണ്? അജയ് ദേവഗൺ. സൂര്യക്ക് സൊറൈ പോട്ടർ എന്ന ഫിലിമിനും അജയ് ദേവഗൺ ഏതാണ്? തൻഹാജി ദാൻസങ് വാജർ എന്ന ഹിന്ദി ഫിലിമിനുമാണ് കിട്ടുന്നത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് സൊറൈ പോട്ടാണ് കേട്ടോ. ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്താണ്? സൊറൈ പോട്ടാണ്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം എന്ന് പറയുന്നത് തൻഹാജിയാണ്. തൻഹാജി ദാൻസങ് വാജർ എന്ന ഹിന്ദി ഫിലിമാണ് എന്താണ്? ബെസ്റ്റ് പോപ്പുലർ ഫിലിം കേട്ടോ. ബെസ്റ്റ് ഫീച്ചർ ഫിലിം സൊറൈ പോട്ടാണ്. ബെസ്റ്റ് പോപ്പുലർ ഫിലിം തൻഹാജിയാണ്. അതുപോലെ തന്നെ എന്താണ്? സോഷ്യൽ ഇഷ്യൂസ്. ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന മറാത്തി ഫിലിമായ ഫ്യൂണറൽ ആണ് കേട്ടോ. ഫ്യൂണറൽ. അപ്പം സോഷ്യൽ ഇഷ്യൂസിലെ ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഫ്യൂണറൽ ആണ് മറാത്തി ഫിലിം. അതുപോലെ പോപ്പുലർ തൻഹാജി, ഫീച്ചർ ഫിലിം സൊറൈ പോട്ട് ആണ്. ആക്ട്രസ് അപർണ ബാലമുരളിയും ആക്ടർ എന്ന് പറയുന്നത് സൂര്യയും അജയ് ദേവഗണുമാണ്. നാഷണൽ ഫിലിം അവാർഡ്സ് കൊടുത്തു തുടങ്ങിയത് 1954 മുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At which place Adani Green Energy Limited commissioned the world's largest wind solar power plant? Important question ആണ് കേട്ടോ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്
എന്ന് പറയുന്നത് ഇപ്പോൾ അത് ലോകത്തിലെ ലാർജസ്റ്റ് വിൻഡ് സോളാർ പവർ പ്ലാന്റ് ആണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ. അത് ഏത് സ്ഥലത്താണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ജയ്സാൽമർ ആണോ, ഗാന്ധിനഗർ ആണോ, ജയ്പൂർ ആണോ, ജോധ്പൂർ ആണോ? ജയ്സാൽമറിലാണ് കേട്ടോ. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ജയ്സാൽമർ ആണ്. വേൾഡ്സ് ലാർജസ്റ്റ് വിൻഡ് സോളാർ പവർ പ്ലാന്റ് ആണ്. അതുപോലെ ഇവരുടെ തന്നെ അദാനിയുടെ തന്നെ തമിഴ്നാട്ടിലുണ്ട് ഒരു കൗമുദി പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൗമുദി പ്രോജക്റ്റ് ആണ് പവർ പ്രോജക്റ്റ്. കൗമുദി പവർ പ്രോജക്ട്സ് ഉണ്ട് കേട്ടോ. സോളാർ പവർ പ്രോജക്റ്റ് ആണ് കേട്ടോ. കൗമുദി സോളാർ പവർ പ്രോജക്റ്റ്. കൗമുദി സോളാർ പവർ പ്രോജക്റ്റ് ഈ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ ആണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ്. ഇതിന്റെ ഫൗണ്ടർ ഗൗതം അദാനിയാണ് കേട്ടോ. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഫൗണ്ടർ ഗൗതം അദാനിയാണ്. അപ്പൊ തമിഴ്നാട്ടിലും ഈ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഉണ്ട്. അത് ഏതാണ്? കൗമുദി സോളാർ പവർ പ്രോജക്റ്റ് ആണ്. ഇവിടെ വേൾഡ് ലാർജസ്റ്റ് വിൻഡ് സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ജയ്സാൽമറിലാണ്. ജയ്സാൽമർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The second round of Foreign Office consultation between India and Dash was held in New Delhi on 28th September 2022. അപ്പം സെക്കൻഡ് റൗണ്ട് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ആണ്. സെക്കൻഡ് റൗണ്ട് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ഇന്ത്യയും ആരും തമ്മിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈജീരിയയും തമ്മിലാണ്. ഇന്ത്യയും നൈജീരിയയും. ഓക്കെ, നൈജീരിയയുടെ ക്യാപിറ്റൽ ഏതാണ്? പറയാമോ കുഞ്ഞുങ്ങളെ? നൈജീരിയയുടെ ക്യാപിറ്റൽ അബൂജയാണ് കേട്ടോ. നൈജീരിയയുടെ ക്യാപിറ്റൽ അബൂജയാണ്. മോസ്റ്റ് പോപ്പുലസ് കൺട്രി ആണ് കേട്ടോ. മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ വളരെ മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള കൺട്രിയാണ് നൈജീരിയ എന്ന് പറയുന്നത്. നൈജർ റിവർ നൈജീരിയയിലാണ് കേട്ടോ. നൈജർ റിവർ എവിടെയാണെന്ന് ചോദിച്ചാൽ നൈജീരിയയിലാണ്. നൈജീരിയയുടെ ക്യാപിറ്റൽ ആണ് അബൂജ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് വോൺ ദ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് റാപ്പിഡ് ഫയർ പിസ്റ്റൾ ഇവന്റ് അറ്റ് 36th നാഷണൽ ഗെയിംസ് അറ്റ് അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത്. അപ്പം 36th നാഷണൽ ഗെയിംസ് എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? PM മോദിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം അല്ലെങ്കിൽ മൊട്ടേറ സ്റ്റേഡിയത്തിലായിരുന്നു ഇനാഗുറേറ്റ് ചെയ്തത് 36 നാഷണൽ ഗെയിംസ്. അതിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാവേജ് ആണ് കേട്ടോ. ഏഷ്യാറ്റിക് ലയൺ. സാവേജ് ആയിരുന്നു 36 നാഷണൽ ഗെയിംസിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ 36 നാഷണൽ ഗെയിംസ് മാസ്കോട്ട് സാവേജ്, ഏഷ്യാറ്റിക് ലയൺ ആണ്. ഈ 37th നാഷണൽ ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഗോവയിലാണ് കേട്ടോ. 37th നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഗോവയിലാണ്. 36th ആണെങ്കിൽ അഹമ്മദാബാദിലെ ഗുജറാത്ത് ആണ്. അതിൽ മെൻസ് റാപ്പിഡ് ഫയർ ഗോൾഡ് മെഡൽ കിട്ടിയത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ്? അനീഷാണ് കേട്ടോ. അനീഷിനാണ് മെൻസ് റാപ്പിഡ് ഫയറിൽ ഗോൾഡ് മെഡൽ കിട്ടുന്ന അനീഷാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which day is celebrated as World Vegetarian Day? വേൾഡ് വെജിറ്റേറിയൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് വേൾഡ് വെജിറ്റേറിയൻ ഡേ? ആൻസർ ചെയ്യാമോ? വേൾഡ് വെജിറ്റേറിയൻ ഡേ എന്നാണെന്ന്? വേൾഡ് വെജിറ്റേറിയൻ ഡേ October 1 ആണ് കേട്ടോ. വേൾഡ് വെജിറ്റേറിയൻ ഡേ എന്നാണ് October 1. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what is the rank of India in the 2022 Global Innovation Index? ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അല്ലെ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അതിന്റെ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്. അവരുടെ റിപ്പോർട്ടാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14th ആണ് റാങ്ക്. റാങ്ക് എന്ന് പറയുന്നത് 14th. ആൻഡ് ടോപ്പ് ഫസ്റ്റ് പൊസിഷൻ ആർക്കാണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡിനാണ്. ആർക്കാണ്? സ്വിറ്റ്സർലൻഡ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്ലോബൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻഡെക്സ് കേട്ടോ. ഗ്ലോബൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 4th റാങ്ക് ആണ് കേട്ടോ. ഗ്ലോബൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 4th ആണ്. അതിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് വിയറ്റ്നാമിനാണ്. ആർക്കാണ്? വിയറ്റ്നാം. അതുപോലെ തന്നെയാണ് വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്, വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 37th ആണ്. 37. ആൻഡ് അതിന്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ്. ഡെൻമാർക്ക്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അത്
എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കറണ്ട് അഫയേഴ്സിൽ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ്, അത് നിങ്ങൾ വേറെ എന്ത് മറന്നാലും ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 135 ആണ് കേട്ടോ. 135 ആണ് റാങ്ക്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ആണ്. ആരാണ്? ഐസ്ലാൻഡ്. അപ്പൊ അതൊന്ന് നോക്കുക. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യ 14th റാങ്ക് ആണ്. ഗ്ലോബൽ ക്രിപ്റ്റോ അഡോപ്ഷൻ ഇൻഡെക്സിൽ 4th റാങ്ക് ആണ്. ഫസ്റ്റ് വിയറ്റ്നാം. വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ 37th റാങ്ക് ആണ്. ഫസ്റ്റ് ഡെൻമാർക്ക്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ആണെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് 135th റാങ്ക് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത നോക്കുക. ഹു ഹാസ് ബീൻ നെയ്മഡ് as the only Indian on Time magazines of 100 emerging leaders. 100 emerging leadersന്റെ ടൈം മാഗസിനിൽ വന്ന ഒൺലി ഇന്ത്യൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആകാശ് അംബാനിയാണ് കേട്ടോ. ആരാണ്? ആകാശ് അംബാനി. Then Telangana government has introduced the Dash pension for ensuring secured life for all the poor. ഈ പാവപ്പെട്ട ആൾക്കാരുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് തെലങ്കാന ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പെൻഷൻ സ്കീം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആസാരയാണ് കേട്ടോ. ആസാര പെൻഷൻ സ്കീമാണ് പാവപ്പെട്ട ആൾക്കാരുടെ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് തെലങ്കാന ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പെൻഷൻ സ്കീമാണ് ആസാര പെൻഷൻ സ്കീം. ആസാര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് അസംബ്ലി പാസസ് ബിൽ ടു ഡിസോൾവ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ഓൺ 13th September 2022? സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനെ ഡിസോൾവ് ചെയ്യാനായിട്ട് ബില്ല് പാസ്സാക്കിയ സ്റ്റേറ്റ് അസംബ്ലി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. എന്ത്? സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനെ ഡിസോൾവ് ചെയ്യാൻ ബില്ല് പാസ്സാക്കിയിരിക്കുന്ന സ്റ്റേറ്റ് അസംബ്ലി ആരാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് ആണ്. ആരാണ്? പഞ്ചാബ് ആണ് കേട്ടോ. പഞ്ചാബ്. The next question. Which ministry has extended the Armed Forces Special Powers Act? അല്ലെ, അഫ്സ്പ. അഫ്സ്പ കരി നിയമം എന്ന് പറയാം നമുക്ക്. അഫ്സ്പ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഏത് മിനിസ്ട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും അഫ്സ്പ എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അഫ്സ്പ ഫോം ചെയ്തത് 1958 കേട്ടോ. അഫ്സ്പ ഫോം ചെയ്തിരിക്കുന്നത് 1958 ഇത് ത്രിപുരയിലും മേഘാലയയിലും റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഫ്സ്പ ത്രിപുരയിലും മേഘാലയയിലും റിമൂവ് ചെയ്തു. ത്രിപുരയിലാണെങ്കിൽ 2050 റിമൂവ് ചെയ്ത്. മേഘാലയയിലാണെങ്കിൽ 2018. അത് നോക്കുക. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958 ഫോം ചെയ്യുന്നത്. അത് ത്രിപുരയിൽ നിന്ന് റിമൂവ് ചെയ്ത് 2050, മേഘാലയയിൽ നിന്ന് റിമൂവ് ചെയ്ത് 2018. ഇപ്പം അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും അത് എക്സ്റ്റെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which Formula 1 racing driver won the 2022 Singapore Formula 1 Grand Prix on 2nd October 2022? അപ്പം സിംഗപ്പൂർ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സ് റേസിംഗ് ഡ്രൈവർ ആർക്കാണ് കിട്ടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംഗപ്പൂർ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സ് ആണ്. അപ്പൊ അത് കിട്ടിയത് സെർജിയോ പെരസിനാണ്. ആർക്കാണ് കിട്ടിയത്? സെർജിയോ പെരസ്. അപ്പം സിംഗപ്പൂർ ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ ഫോർമുല 1 ആണെങ്കിൽ ആർക്ക് കിട്ടി? സെർജിയോ പെരസിനാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has become the first Indian cricketer to feature in 400 T20 matches? 2020 matches 400 feature ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? Who has become the first Indian cricketer feature ചെയ്തിട്ടുള്ളത് 400? ആർക്കാണെന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. ആരാണ്? രോഹിത് ശർമ്മ. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. 400 T20 മാച്ചസ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With which country India has signed an export order for missiles, rockets, ammunition? ഇതെല്ലാം ഏത് കൺട്രിയുമായിട്ടാണ് ഇന്ത്യ സൈൻ ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പോർട്ട് മിസൈൽസ്, എക്സ്പോർട്ട് ഓർഡർ ഫോർ മിസൈൽ, റോക്കറ്റ് ഒക്കെ ഏത് കൺട്രിയുമായിട്ടാണ് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്? ഏത് കൺട്രി ആയിട്ടാണ്? അർമേനിയ ആണ് കേട്ടോ. അർമേനിയ ആയിട്ടാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. സൈൻ ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? അർമേനിയ ആയിട്ടാണ്. ഓക്കെ, in the big states category, which state has been given the first prize award for Swachh Sarvekshan Gramin? സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ അനുസരിച്ചിട്ട് ബിഗ് സ്റ്റേറ്റ് കാറ്റഗറി ഉണ്ടായിരുന്നു, സ്മോൾ സ്റ്റേറ്റ് കാറ്റഗറി ഉണ്ടായിരുന്നു. അതിൽ ഈ സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ 2022 അനുസരിച്ച് ബിഗ് സ്റ്റേറ്റ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗ് സ്റ്റേറ്റ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സ്റ്റേറ്റ് ഏതാണ്?
പറയാമോ? തെലങ്കാനയാണ് കേട്ടോ. ആരാണ്? തെലങ്കാന. സ്മോൾ സ്റ്റേറ്റ് കാറ്റഗറിയിൽ UT രണ്ടും ഒന്ന് തന്നെയാണ്. സ്മോൾ സ്റ്റേറ്റ് കാറ്റഗറി UT കിട്ടിയിരിക്കുന്നത്, സ്മോൾ സ്റ്റേറ്റ് കാറ്റഗറി ആൻഡ് UT കിട്ടിയിരിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ. ഓക്കെ, അപ്പൊ നോക്കാം. ബിഗ് സ്റ്റേറ്റ് കാറ്റഗറിയിൽ സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് തെലങ്കാന. സ്മോൾ സ്റ്റേറ്റ് ആൻഡ് UT കാറ്റഗറി ആണെങ്കിൽ ആൻഡമാൻ നിക്കോബാറുമാണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് അത്. വേൾഡ് ഹാബിറ്റാറ്റ് ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് ഹാബിറ്റാറ്റ് ഡേ പറയാമോ? വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് പറയാമോ? വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്താണ്? October 1 ആണോ, October 2 ആണോ, October 3 ആണോ, October 4 ആണോ? വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്നാണ്? വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്നാണ്? October 3 ആണ് കേട്ടോ. October 3 ആണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്ന് പറയുന്നത്. അതിന്റെ തീം ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. തീം എന്ന് പറയുന്നത് മൈൻഡ് ദ ഗ്യാപ്പ്, leave no one and place behind. ഓക്കെ, അപ്പം വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്നാണ് ചോദിച്ചാൽ സെലിബ്രേറ്റ് ചെയ്ത് October 3 ആണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. അതിന്റെ തീം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൈൻഡ് ദ ഗ്യാപ്പ്, ലീവ് നോ വൺ ആൻഡ് പ്ലേസ് ബിഹൈൻഡ്. ഏതാണ്? മൈൻഡ് ദ ഗ്യാപ്പ്, ലീവ് നോ വൺ ആൻഡ് പ്ലേസ് ബിഹൈൻഡ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ ഒരു 25 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കി. അപ്പം ഒന്നും കൂടി ഒന്ന് പറയാം, ആൻസേഴ്സ് മാത്രം ഒന്ന് പറയാം, നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. റോസ് ഹഷന്ന ഏതാണ്? ജൂയിഷ് ആണ്. ദെൻ റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കറിലോട്ട് ഇന്ത്യയുടെ അംബാസിഡർ എന്ന് പറയുന്നത് ബെഡാരോ വിൽസൺ ബാബു ആണ്. അലൻ ചോപ്പ് എന്താണ്? യൂണിലിവറിന്റേതാണ്. 118th ഡെത്ത് ആനിവേഴ്സറി രാജാറാം മോഹൻ റോഡ് September 27 ആണ്. ജൽദൂത് ആപ്പ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജും റൂറൽ ഡെവലപ്മെന്റും വരും. വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് September 26 ആണ്. വേൾഡ് ടൂറിസം ഡേ എന്തായിരുന്നു തീം? റീതിങ്കിങ് ടൂറിസം എന്നുള്ളതായിരുന്നു. ലേബർ കപ്പ് എവിടെ വെച്ചിട്ടാണ്? ലണ്ടനിലെ O2 അരേന. ദെൻ പോഷൻ ഉത്സവ് എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിലെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. PM മോദി 5G സർവീസ് ലോഞ്ച് ചെയ്ത ന്യൂഡൽഹി. ആൻഡ് സൊറൈപോർട്ട് ബെസ്റ്റ് ആക്ട്രസ് ആർക്കാണ്? അപർണ ബാലമുരളി. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് വേൾഡ് ലാർജസ്റ്റ് വിൻഡ് സോളാർ പവർ പ്ലാന്റ് ജയ്സാൽമർ. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ഇന്ത്യയും നൈജീരിയ ആയിരുന്നു. ഗോൾഡ് മെഡൽ മെൻസ് റാപ്പിഡ് ഫയർ പിസ്റ്റൽ അനീഷ് ആണ്. അതുപോലെ വേൾഡ് വെജിറ്റേറിയൻ ഡേ എന്ന് പറയുന്നത് October 1. ദെൻ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് 14th ആണ്. ഒലി ഇന്ത്യൻ ടൈം മാഗസിനിൽ വന്നത് ആകാശ് അംബാനിയാണ്. തെലങ്കാന ഗവൺമെന്റിന്റെ പൂവർ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പെൻഷൻ സ്കീം ആസാറയാണ്. സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനെ റിസോൾവ് ചെയ്യാൻ പോകുന്നത് പഞ്ചാബ് ആണ്. അരുണാചൽ പ്രദേശും നാഗാലാൻഡിലും അഫ്സ്പ എക്സ്റ്റെൻഡ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. അതുപോലെ സിംഗപ്പൂർ Formula 1 ഗ്രാൻഡ് പ്രിക്സ് ആണെങ്കിൽ സെർജിയോ പരസിനാണ്. 400 T20 മാച്ചസ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ രോഹിത് ശർമ്മ. ദെൻ മിസൈൽ റോക്കറ്റ് അമ്യൂണേഷൻ ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ സൈൻ ചെയ്യുന്നത് അർമേനിയാണ്. സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ ബിഗ് സ്റ്റേറ്റ് കാറ്റഗറി തെലങ്കാനയാണ്. അതുപോലെ വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്ന് പറയുന്ന October 3 ആണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അത് 25 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് എഴുതി വെച്ച് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി